നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അങ്ങനെ ബിഗ് ബോസ് സീസൺ തുടങ്ങാനുള്ള ചർച്ചകളൊക്കെ ചൂട് പിടിച്ചു വരികയാണ്. അപ്പൊ ഇത്തവണ മലയാളം ബിഗ് ബോസ് സീസൺ 6 വരാനായിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുടെ പേര് വിവരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 80% കൺഫേം ആയ കണ്ടസ്റ്റൻസിന്റെ പേര് വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ അറിഞ്ഞു കാണും, മാർച്ച് 10 ഇത്തവണ ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെന്നൈയിലാണ് ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മാർച്ച് ആദ്യ വാരത്തോടുകൂടി പല ആൾക്കാരും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ആദ്യ വാരം തന്നെ ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡാൻസിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 10 നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും. അതുപോലെ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് 24/7 ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയ ഒരു 80% മേളിൽ കൺഫേം ആയ 11 ആൾക്കാരുടെ പേര് വിവരങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പല വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ ഇവരൊക്കെ കൺഫേം ആയെന്ന് അറിഞ്ഞു എന്നൊക്കെ. അപ്പോൾ 50% ഒക്കെ കൺഫേം ആയ കുറെ ആൾക്കാരുടെ പേര് വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഓർത്താണ് ഞാൻ ലേറ്റ് ആയത്. 80% കൺഫേം ആയ ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ആൾ വെച്ചിട്ടുണ്ടെങ്കിൽ അമയ പ്രസാദ് ആണ്. ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വരുന്നതാണ്. എല്ലാ വർഷവും ബിഗ് ബോസിൽ കാണാറുള്ളതാണ്. അപ്പം പുള്ളിക്കാരി നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെയാണ്. തിരുവനന്തപുരം ബേസ്ഡ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പൊ അമയ പ്രസാദ് 80% കൺഫേം ആയ ഒരാളാണ്. രണ്ടാമത്തെ ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാജൻ സൂര്യയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയലിലൂടെ ഒരുപാട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പം സാജൻ സൂര്യ ഇത്തവണ ഉണ്ടെന്നുള്ളത് ഏകദേശം 80% കൺഫേം ആയ കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന 11 പേരുകളിലും മിക്ക ആൾക്കാരും തന്നെ 2 ഇന്റർവ്യൂസ് കാര്യങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്സര ആൽബിയാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലിലൂടെ അത്യാവശ്യം ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. സ്വാതന്ത്ര്യം സീരിയലിലൊക്കെ ഒരു എന്താ പറയുക നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ ചെയ്ത് എല്ലാവരുടെയും എന്താ പറയുക മനസ്സ് കീഴടക്കിയ ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്കാരിയും ഉണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശരണ്യ ആനന്ദ്, അതും ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലിൽ ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ഡാൻസർ ആണ്. ഏഷ്യാനെറ്റിന്റെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അവിടെയൊക്കെ കാണാറുള്ള ആളാണ്. അപ്പം ശരണ്യ ആനന്ദും ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് പരമേശ്വരനാണ്. പുള്ളിയും ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് സിനിമയിലൂടെ ഒക്കെ വന്ന് തിളങ്ങിയ ഒരാളാണ്. അപ്പം രാജീവ് പരമേശ്വരനും ഉണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന അറിവുകൾ. ഏകദേശം 80%ഓളം പുള്ളിയും കൺഫേംഡ് ആണ്. അടുത്തൊരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാവുന്ന ഉപ്പുംമുളയിലെ ഋഷി കുമാറാണ്. അപ്പം ഋഷിയും ഏകദേശം കൺഫേം ആയെന്നുള്ള റിപ്പോർട്ട് കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതുപോലെ അടുത്തൊരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂജയാണ്. ബിഹൈൻഡ് വുഡ് ഡൈസിലെ ഇന്റർവ്യൂ ചെയ്യുന്ന പൂജയാണ്. പുള്ളിക്കാരിയും 2 ഇന്റർവ്യൂസ് കാര്യങ്ങൾ കഴിഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പല സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ നമുക്ക് കഴിഞ്ഞ സീസണിലും കേൾക്കാൻ പറ്റിയ ആളാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. യൂട്യൂബർ ആണ്, മോഡലാണ്. അപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞ സീസണിൽ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ പുള്ളിക്കാരി ഉണ്ടെന്നൊരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഒരാളാണ് അഖിൽ ഷാ. യൂട്യൂബർ ആണ്. അതുപോലെ നമ്മുടെ കോമഡി വീഡിയോസും ഷോർട്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അഖിൽ ഷാ ഉണ്ടെന്നുള്ള കാര്യവും ഇപ്പൊ നമുക്ക് പുറത്തു വരുന്നുള്ളൂ. അഖിൽ ഷായുടെ ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിഞ്ഞ് 80% വരും എന്നുള്ള രീതിയിൽ കൺഫേം ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടിമുട്ടിയിലെ സിദ്ധാർത്ഥാണ്. പുള്ളിയുടെയും 2 ഇന്റർവ്യൂസ് കാര്യങ്ങൾ കഴിഞ്ഞ് ഇത്തവണ ബിഗ് ബോസ് സീസണിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവസാനത്തെ ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ബീന ആന്റണിയാണ്. അപ്പൊ പുള്ളിക്കാരിയും ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ ഒക്കെ ഒരുപാട് ഫേമസ് ആയ ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരിയും ഇത്തവണ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് കാര്യങ്ങളാണ് വരുന്നത്. ഏകദേശം 25ഓളം ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് ആൾക്കാർ കോമണർ ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്ന കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ബിഗ് ബോസുമായി റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 പേരുകളാണ് പറഞ്ഞത്. ഇവരെല്ലാം തന്നെ നമുക്ക് ഇത്തവണ ബിഗ് ബോസ് സീസണിൽ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. അതായത് 80% തന്നെ കൺഫേം ആയ ആൾക്കാരാണ്. 1-2 ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് പറഞ്ഞത്. എന്ന് വെച്ച് ഒരിക്കലും ഇവരെല്ലാവരും പറഞ്ഞത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതായത് ബിഗ് ബോസ് പറഞ്ഞത് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും എന്ത് ചേഞ്ചും ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ പല ആൾക്കാരും 1-2 ഇന്റർവ്യൂസ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കൺഫേം വരുമെന്നുള്ള ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം ഇതിൽ ആൾക്കാർ ചിലവരൊക്കെ വരാൻ പോകുന്നു, ചിലവരൊക്കെ ഔട്ട് ആവാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. മാർച്ച് 10 അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ അറിയാനായിട്ട് ഈ ചാനൽ മറക്കാതെ മടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയും നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.